അങ്ങനെ ക്രിസ്മസിന്റെ ആഘോഷം ദാ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഗൈസ് താങ്ക് യു സോ മച്ച്. കോമഡി മാസ്റ്റേഴ്സിന്റെ ക്രിസ്മസ് ആഘോഷം ദാ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. എനിക്കൊന്ന് ശ്വേത ചേച്ചിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ശ്വേത ചേച്ചി, എന്താണ് ക്രിസ്മസ് വിശേഷങ്ങൾ? ക്രിസ്മസ് ആയി കഴിയുമ്പോഴേക്കും എന്തൊക്കെയാണ് ഓർമ്മകൾ വരുന്നത്? ഒരുപാട് ഓർമ്മകളുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിസംബർ 1 തൊട്ടിട്ട് തന്നെ ആ ക്രിസ്മസ് മൂഡ് തുടങ്ങും. യുനോ ആൻഡ് ക്രിസ്മസ് ട്രീ, പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യുക, പിന്നെ ഒരു എക്സാക്ട്ലി ഒരാഴ്ച മുമ്പേ എന്താ പറയുക ഗിഫ്റ്റ്സ് എല്ലാം വന്ന് വെക്കാൻ തുടങ്ങും. ആൻഡ് ഈ പ്രാവശ്യം ഐ തിങ്ക് നമ്മൾ എവിടെയെങ്കിലും ഹോളിഡേക്ക് പോകാനാണ് തീരുമാനിച്ചത്. ഓക്കെ, സൂപ്പർ. ഫിംഗേഴ്സ് ക്രോസ്. ഞങ്ങളുണ്ടോ? നിങ്ങളില്ല. ശരി, നമുക്കൊന്ന് കാസർഗോഡ് വരെ പോയിട്ട് വരാം. കാസർഗോഡ് ക്രിസ്മസ് ആഘോഷങ്ങൾ. ഞാൻ ആക്ച്വലി എന്റെ ചെറുപ്പത്തിലൊക്കെ ആകെ ഉള്ളത് ഈ ക്രിസ്മസിന് ലീവ് കിട്ടും, പിന്നെ ക്രിസ്മസ് പടങ്ങൾ വരും. അതിന്റെ അപ്പുറം ഒരു ആഘോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ക്രിസ്മസ് ഇത്ര ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പൊ ക്രിസ്മസ് വരുമ്പോൾ കുറെ ഡ്രസ്സ് ഇടാം, ഇതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ ഇപ്പം ഫാമിലി ആയിട്ട് ഇപ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം. ക്രിസ്മസ് ആയിട്ട് നീ മാലാകര ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ ഫ്ലാറ്റിന്റെ മണ്ടേ കയറിക്കോ? അങ്ങനെ വല്ലതും ചെയ്യോ? ഇല്ല ചേട്ടാ. ഇല്ല. ഈ അല്ലെങ്കിൽ വേറെ ഡൗട്ട് വെച്ചോ, ഈ കാസർഗോഡ് ഉണ്ടാക്കുന്ന ഈ ക്രിസ്മസ് പലഹാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാപ്പി കേക്ക് ഇല്ലേ? കാപ്പി കേക്ക്. കാപ്പി കേക്ക് അല്ല അല്ല, കാപ്പി കളറുള്ള കേക്ക് ഇല്ലേ? ബ്രൗൺ കേക്ക്. ബ്രൗണി അല്ല ചേട്ടാ, സാധാരണ പ്ലം കേക്കിന് അവിടെ കാപ്പി. അതാണ് ഞാൻ പറഞ്ഞ ചേച്ചി, നമ്മൾ പറയുന്ന പല സാധനങ്ങളുടെയും യഥാർത്ഥ പേര് അവരുടെ കണക്കുകൂട്ടിൽ അതല്ല. ഞാൻ പറയണ അങ്ങനെയാണ് കാപ്പി കേക്ക്. കാപ്പി കേക്ക്. അപ്പൊ എന്തായാലും പ്ലം കേക്ക് ആണ് ഉദ്ദേശിച്ചത്. ഇത് പറഞ്ഞപ്പോഴേ ക്രിസ്മസിന് വന്ന് നമ്മുടെ മുത്തുകളെ നമ്മൾ വെൽക്കം ചെയ്യണ്ടേ? ഹലോ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. മാർഗം കളി ടീമാണ് എത്തിയിരിക്കുന്നത്. ഇവർ MBBS സ്റ്റുഡൻസ് ആണ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻസ്. നിങ്ങളുടെ വിശേഷത്തിലേക്ക് ഞങ്ങൾ വരും. അതിനു മുമ്പ് നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോടാ. അല്ല, തൃശ്ശൂരല്ലോ, ട്രിവാൻഡ്രം, അടൂർ. എവിടെയാ ആലീസിന്റെ സ്ഥലം? എവിടെയാ? ഞാൻ ശരിക്കും ട്രിവാൻഡ്രം ആണ്. ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുമ്പോൾ എന്തായാലും ട്രിവാൻഡ്രം ആണ്. പറഞ്ഞോ എന്തായാലും ചേച്ചി ട്രിവാൻഡ്രത്ത് ക്രിസ്മസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അടിപൊളിയാണ്. ഒരു 1-ാം തീയതി ആകുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തെ ആഘോഷങ്ങൾ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ കനകക്കുന്ന് മ്യൂസിയം, ആ റോഡ് അല്ലെങ്കിൽ കനകക്കുന്നില് ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിടും. എനിക്ക് തോന്നുന്നു ചിലപ്പം കേരളത്തിലെ ഏറ്റവും വലിയ പുൽക്കൂടുകളിൽ ഒന്നായിരിക്കും അത്. ആ കനകക്കുന്ന് മൊത്തത്തിലൊരു പുൽക്കൂടായിരിക്കും. പിന്നെ ക്രിസ്മസിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ വൈൻ കട്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതും വൈൻ കട്ടുപിടിക്കാൻ വേണ്ടി പോയിട്ട് വൈൻ ഇട്ട് വെച്ചിരുന്ന കുപ്പിയെല്ലാം തട്ടിപ്പൊട്ടി വീട്ടിൽ വന്ന ആൾക്കാർക്ക് വൈൻ കൊടുക്കാൻ പറ്റാണ്ട് പറ്റത്തില്ല, പക്ഷെ വീട്ടിലിടും. സൂപ്പർ. അഖിൽ, എന്നാണ് ഓർമ്മ? അല്ല, എനിക്ക് ക്രിസ്മസ് ഓർമ്മകളെന്ന് വെച്ചാൽ പ്രോഗ്രാംസ് കാണും. പിന്നെ ചേട്ടന് ക്രിസ്മസ് രാത്രി ഒന്നും ഓർമ്മ അല്ല, ഇതുവരെ പറഞ്ഞിട്ട് ഈ ക്രിസ്മസ് തന്നെ ഇപ്പൊ ആലീസ് പറഞ്ഞ തന്നെയാണ് എന്റെയും ക്രിസ്മസ്. ഇതൊക്കെയും പിന്നെ ചിലപ്പോൾ ട്രിവാൻഡ്രത്തോടെ ഷോ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോകും. ഇല്ലെങ്കിലും രാത്രി എവിടെയെങ്കിലും ഒക്കെ പോകും. ഒരു കാര്യം പറയാൻ മറന്നുപോയി, രാത്രി പാതിരാ കുർബാന. പാളയം പള്ളിയില് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ തുടങ്ങിയാലോ പരിപാടി? പരിപാടി തുടങ്ങട്ടെ. അയ്യോ ചന്ദ്രൻ, അയ്യോ അതിലത് പിടിക്കില്ല, അതൊക്കെ പൊളിഞ്ഞു വീഴും. നമ്മൾ റെഡിയാക്കി വെച്ച സാധനം. ചന്ദ്രണ്ണ ചൂടിലാട്ടാ. വിശ്വാസക്കാരാന്നോ? നീ എന്റെ നാട്ടുകാരനാണ്. എന്തോടെ പരിപാടി ഇവിടെ നമ്മള് ക്രിസ്മസ് ആഘോഷം. ക്രിസ്മസ് ആഘോഷം ക്യാമറ എല്ലാം ഓഫ് ചെയ്ത് ചാക്കിനകത്തിടാനാണ് ഇത്രയും വലിയൊരു ചാനലിന്റെ ക്യാമറ കൊണ്ട് വെച്ചേക്കുന്നത്. ഞങ്ങള് ക്രിസ്മസ് ആഘോഷം ഇവിടെ മൊത്തം. ആര് പറഞ്ഞത്? ഇവിടെ ഇപ്പൊ പരിപാടി നടത്താൻ ആര് പറഞ്ഞു? ഞങ്ങളുടെ ഷോ ഡയറക്ടർ വിളി. അനുജേട്ടാ, ചുമ്മാ പറയുമ്പോ അപ്പഴേ വിളിക്കൂ. ഷോ ഡയറക്ടർ വിളിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞെന്നും പറഞ്ഞ ഉടനെ വിളിക്കണോ? അല്ല, പുള്ളി പറഞ്ഞിട്ടല്ലേ ഇതല്ല, പുള്ളിയല്ലേ സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ സെറ്റ് ഇത് ആരാടെ ചോദിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മെയിൻ ആരാണ്? നിങ്ങളുടെ മെയിൻ ആരാണ്? പറ. ചിലപ്പോ ഞാൻ തിരുവനന്തപുരത്താണ്, എനിക്ക് സ്വാതന്ത്ര്യം എന്നൊക്കെ വരുള്ളൂ. എന്ത് നിങ്ങൾ അങ്ങോട്ട് മാറിക്കണം. ഇതാണ് ശ്വേത ചേച്ചി. ആരെന്ന് പറഞ്ഞത്? ഇല്ലല്ല, ഇത് ടെക്സ്റ്റൈൽസിൽ വെച്ചേക്കണ ഫ്ലെക്സ്. ചേച്ചി ഇല്ലാതെ ഇവിടെ തുടങ്ങണ്ട. ചേച്ചിയുടെ ഭയങ്കര ആരാധകനാണ് ഞാൻ. ചന്ദ്രണ്ണ, ഇതാണ് ശ്വേതാ മേനോൻ. തുടല് ഇതാണ് ശ്വേത ചേച്ചി. അല്ലെന്നേ, ഞാൻ വയറ്റില് നിന്നപ്പോ കണ്ട് ശ്വേത ചേച്ചീന. എവിടേക്കുന്നു? ക്രീമന് നിന്നോണ്ടിരിക്കണ്. എവിടെ? അവിടെ വയറ്റിലെ ജംഗ്ഷനിൽ. എന്നെ കണ്ടപ്പോ എന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച്. അപ്പൊ ഞാൻ ഉറപ്പിച്ച് ശ്വേത ചേച്ചി. പ്രശ്നം എനിക്ക് ഞാൻ
സ്ത്രീകളുടെ അടുത്തൊന്നും പോകില്ല, അന്യ സ്ത്രീകളുടെ അടുത്തൊന്നും പോകില്ല. ഞാൻ ചേച്ചിയെ കൊണ്ടു. ഇയാള് എന്റെ അണ്ണൻ നിങ്ങൾ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇതാണ് നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, സുന്ദരികളെ കാണിച്ച് മയക്കാന്ന് വിചാരിച്ചാൽ നടക്കൂല. പക്ഷേ ചേട്ടാ ഒന്ന് നോക്ക് മുഖത്ത് പിന്നെ നോക്ക്. ഇതല്ലെങ്കിൽ പിന്നെ ആര് ശ്വേത ചേച്ചി? ആ ചുമ്മാ പറയുവാ. അല്ലല്ല, ചേച്ചിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചേച്ചിനെ ഞാൻ ആട്ടോയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആട്ടോക്കോല് 30 രൂപ ഞാൻ ഇപ്പൊ വിളിക്കാം. ഹോട്ടലിൽ പറഞ്ഞ ഏത് ശ്വേത വരും? ചുമ്മാ എന്തൊക്കെയോ പറയാ. ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിളിക്കട്ടെ? വിളിക്ക് കാണട്ടെ കാണട്ടെ. ചേച്ചി ഒന്നിങ്ങോട്ട് വായിച്ചി. നല്ലൊരു പഞ്ച് മ്യൂസിക് ഇട്ട് കൊടുക്കണേ ചേച്ചിക്ക്. അയ്യോ അതാര്? കാറ്റ് പോയ ഞാൻ. എന്റെ ചേച്ചി തിരുപ്പൂല ഉണങ്ങിയതാണ്, എന്നാലും കുഴപ്പമില്ല. എന്റെ ചേച്ചിയാണ്. കുറച്ച് ചേച്ചിയുടെ face. ചേച്ചി പക്ഷെ ഓജസ്സും തേജസ്സും ഉള്ള രണ്ട് ശ്വേത. ആരാന്ന്? കണ്ടിട്ടുണ്ട് ഞാൻ ഇവിടെ. താങ്ക് യു സോ മച്ച്. ദേവിക. സൂപ്പർ. ദേവിക ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റർ. ദേവികന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഭയങ്കരമായിട്ട് ശ്വേത ചേച്ചിനെ പോലെ തന്നെ ഒരുങ്ങിയിരിക്കുവായിരുന്നു. ആൻഡ് അതിന്റെ താഴെ ശ്വേത ചേച്ചി കമന്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ ശ്വേത ചേച്ചിനെ അല്ല പറയുന്നത്, പഴയ ശ്വേത ചേച്ചി. ഗോവിന്ദ കഴിഞ്ഞ് പിന്നെ എവിടെ പോയി? അല്ല, രതി നിർവേദത്തിന്റെ നല്ലൊരു ലുക്കാണ് ദേവിക ചെയ്തത്. ആൻഡ് ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ബെറ്റർ ദാൻ മീ. കമന്റ് സത്യം, യു ലുക്ക് ബെറ്റർ ദാൻ മീ. നമുക്കതൊന്ന് കണ്ടാലോ ശ്വേത ചേച്ചി? നമുക്കതൊന്ന് കാണാം. യെസ്. ഹലോ ഗൈസ്, എനിക്ക് കുറെ ആൾക്കാർ പേഴ്സണൽ ആയിട്ടും DM ആയിട്ടും പറഞ്ഞ ഒറ്റ കാര്യമാണ് ചേച്ചിനെ കാണാൻ ശ്വേതാമേനുവിനെ പോലെ. അപ്പൊ അത് സത്യമാണോ കള്ളമാണോ എന്ന് ഇന്ന് തെളിയിക്കാൻ പോവുകയാണ്. അപ്പോ ഈ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ശ്വേതാമേനിന്റെ ആ ലുക്ക്. നിങ്ങൾക്കത് കാണാൻ പറ്റുമല്ലോ. ശ്വേതാമേന്റെ ലുക്കില്ലേ? ഞാൻ അത്ര എക്സ്പേർട്ട് ഒന്നും ഈ മസ്കാരയൊക്കെ ഇടുന്നത്. അതെ, ഇതിനകത്ത് ലിപ്സ്റ്റിക് അങ്ങനെ ഇടുന്നില്ല ആരും, ശ്വേതാമേനോൻ. ബട്ട് ഞാൻ എന്തോ ഇട്ടതിൽ കുറച്ച് കൂടിപ്പോയത് തൊട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അയ്യോ, ചമ്മനോട് തൊട്ടാൽ മതി. എന്നിട്ട് ബ്ലൗസിലിടാം, അല്ല സെറ്റ് സാരി എടുക്കാം. ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി എനിക്കാരും തെറ്റിപ്പോയത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഏത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ട് ചെയ്ത് കൊച്ചിനാണ് 30 രൂപ ഹോട്ടലിൽ കൊണ്ടുവന്നത്. ദേവിക കുട്ടി എന്താ ചെയ്യണേ? ഞാൻ +1 പഠിക്കുന്നു. എവിടെ? ഞാൻ കട്ടപ്പനയിൽ ഇടുക്കി. ആണോ? ഓക്കെ, എന്തായാലും God bless you. അയ്യടാ. ദേവിക പക്ഷെ വീഡിയോ ചെയ്യുമ്പോ എന്താ ആക്റ്റീവാ, എന്തെല്ലാം പറയുന്നു. ശ്വേതാമോന് ശരിയായെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ ഇവിടെ വന്ന് ശ്വേത ചേച്ചി കണ്ടതും അറിയോ, ദേവിക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു മൊമെന്റ്. ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ പിറ്റേ ദിവസം ടാഗ് ചെയ്യുന്ന പിറ്റേ ദിവസം കണ്ടത്. ഞാൻ ഹീൽസ് ഇട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പം ശ്വേതാമേനോണ്ട് എന്താ അച്ചൂടാ, യോ മോ ബ്യൂട്ടിഫുൾ, 3 തീ 3 ഹേർട്ട് 3 ലവ്. ഞാൻ എല്ലാവരും പറഞ്ഞു നടക്കുമായിരുന്നു. ഇതുവരെയായിട്ടും എന്റെ കിളി പോയിട്ടില്ല. അല്ല, കിളി പോയി തിരിച്ചു വന്നിട്ടില്ല. അവളെ ദേവിക വീട്ടിലായിരിക്കാ ഉള്ളേ? വീട്ടിലെ അച്ഛൻ, അമ്മ, ഞങ്ങള് 3 പേരും. ഞങ്ങൾ 3 പേരും സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സും ശ്വേത ചേച്ചിനെ പോലെ ഇരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. Anyways, so happy to see you guys together. ഇങ്ങനെ And Merry Christmas, Devika. And God bless you. May your 2026 be very, very, very fruitful. God bless you. അങ്ങനെ ചാക്ക് ചന്ദ്രണ്ണന്റെ ഒരു സംരംഭം വിജയിച്ചു. ഹിറ്റായി. കൊണ്ടുപോട്ടെ, ആട്ടോക്കോല് 30 രൂപ കൊണ്ടങ്ങ് പോരാ. തിരിച്ച് കാറി കൊണ്ടുപോകണം. കൊച്ചിന് ഓട്ടോയെ കൊണ്ടുപോകുന്നു. ആ, ഇനിയിപ്പോ സെലിബ്രിറ്റി ആണ് ഞങ്ങളുടെ കൊച്ച്. ഒരു കാര്യം ചെയ്യ്, നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് മെല്ലെ പോയാൽ മതി. അതെന്ത് പറയുന്നു?